പാലക്കാട് ഡോക്ടർ ദമ്പതിമാരുടെ ഈ വീടിന് വുഡൻ ഫിനിഷ് തരിമ്പുമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സ്ക്വയർ ഫീറ്റ് 13.36 സെന്റിൽ നിറഞ്ഞു നിൽക്കുന്ന വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വീടാണ് നികുഞ്ച്. കഴിയുന്നതും കേരള ട്രഡീഷണൽ ആർക്കിടെക്ചറുള്ള വീടുകൾ വേണ്ടാന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ജനിച്ച് വളർന്നത് അങ്ങനത്തെ ഒരു വീടുകളിലാണ്, ഞങ്ങൾ റിലേറ്റീവ്സിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്. അപ്പോൾ ആ ഒരു അതിൽ നിന്നൊരു ഡിഫറെൻറ്റ് ഫീൽ ഉള്ള ഒരു വീട് വേണമെന്നുണ്ടായിരുന്നു. ഒരു ട്രഡീഷണൽ ടൈപ്പ് ഇല്ലാത്ത ഒരു വീടായി. വുഡൻ ഫിനിഷസ് വരുമ്പോൾ നോർമലി നമുക്ക് ആ ഒരു നമ്മളൊരു ഇന്ത്യൻ സ്റ്റൈലിലേക്ക് വരും. അപ്പോൾ വുഡ് കംപ്ലീറ്റ്ലി ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു ഒന്ന്. പിന്നെ ഒന്നുള്ളത് നമ്മുടെ ആ എക്സ്റ്റീരിയർ എലിവേഷൻ നമ്മൾ പെട്ടെന്നൊരു ലുക്കിൽ നമ്മളൊരു വീട് എന്നൊരു കൺസെപ്റ്റിൻ്റെ ആ ഒരു ഷേപ്പും ഫോമും ഉണ്ടാവാതെ ഒരു ഡിഫറെൻറ്റ് ആയിരിക്കണം. ബട്ട് സ്റ്റിൽ ഒരു കമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ ഒരു ലുക്ക് ഉണ്ടാവാനും പാടില്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു ഡിഫറെൻറ്റ് എലിവേഷൻ വേണമെന്ന് ഒരു ആഗ്രഹമായിട്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾ ആദ്യം വുഡ് ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പം ആർക്കിടെക്റ്റ് പറഞ്ഞിരുന്നു വുഡ് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയാൽ വീടിൻ്റെ ആ ഒരു വാംത്തില്ലേ അത് പോയിപ്പോ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ സ്റ്റിൽ നമുക്ക് ആ ഒരു റിസ്ക് എടുത്ത് നോക്കാമെന്നുള്ള ഒരു അവരുടെ ആക്ച്വലി വുഡ് ഈസ് ഈക്വൽ ടു വാംത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ബേ എന്ന് പറയുന്നത് ഫോർമൽ ലിവിങ്, സിറ്റ് ഔട്ട്, ഡൈനിങ്, കിച്ചൺ ആൻഡ് ദ യൂട്ടിലിറ്റി. അങ്ങനത്തെ ഒരു ബേ ആണ് ദ ഫസ്റ്റ് വൺ. ആൻഡ് ഇൻ ബിറ്റ്വീൻ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്, ദാറ്റ് ഇസ് എ കോർട്ട്യാർഡ് കയറി വരുന്നതും പിന്നെ ഒരു പൂജ സ്പേസുമാണ്. അതാണ് ഒരു കണക്റ്റിംഗ് ഫാക്ടർ ടു ദ സെക്കൻഡ് ബേ. സെക്കൻഡ് ബേ എന്ന് പറയുന്നത് കാർ പോർച്ച്, അതിൻ്റെ പുറകിൽ ഫാമിലി സ്പേസ് ആൻഡ് ദിസ് പെർട്ടിക്കുലർ കോർട്ട്യാർഡ്, ഈ സെൻട്രൽ കോർട്ട്യാർഡ് ഓഫ് ദി ഹൗസ്. അത് കഴിഞ്ഞ് അതും ബെഡ്റൂം വിങ്ങും കണക്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു പാസേജ് ഉണ്ട്, ഷെയ്ഡഡ് ഒരു പാസേജ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 2 ബെഡ്റൂംസ്. ആൻഡ് ബെഡ്റൂംസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇൻ ബിറ്റ്വീൻ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിധത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫാമിലി സ്പേസിൽ നിന്ന് നമ്മൾ സ്റ്റേ കേസ്, ഈ മെറ്റൽ സ്റ്റേ കേസ് കയറി മേലെ എത്തിക്കഴിഞ്ഞാൽ ദർ ഇസ് എ ബ്രിഡ്ജ് connecting the two exterior the family space is actually a double height volume. Double height volume. അപ്പോൾ നമ്മൾ കൂടുതലും ഡബിൾ ഹൈറ്റ് വോളിയം കൊടുക്കാനും കാരണം ഈ ചൂട് കാറ്റ് കുറച്ചുകൂടി പുറത്തേക്ക് കടക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് താഴെ ബെഡ്റൂം സ്പേസ് അതേപോലെ തന്നെ മേലെ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. തേർഡ് ബേയിൽ 4 bedrooms ആണ് ഉള്ളത്. താഴെ 2 bedroom, മേലെ 2 bedroom. ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് there are these 3 bays. അതിൻ്റെ ഇടയിൽ 2 ലാൻഡ്സ്കേപ്പ് പോക്കറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഈ പോക്കറ്റ്സിൻ്റെ ഉള്ളിലേക്കാണ് മോസ്റ്റ് ഓഫ് ദി ലാർജ് വിൻഡോസ് ഓപ്പൺ ചെയ്തത്, ഐദർ ടു ദ കോർട്ട്യാർഡ് ഓർ ദീസ് പോക്കറ്റ്സ്. അതിന് വിപരീതമായിട്ട് ഒരു വിൻഡോ മാത്രമാണ് ലാർജ് വിൻഡോ പുറത്തേക്ക് തുറക്കുന്നത്. അത് ഡൈനിങ് റൂമിൽ നിന്ന് നോർത്ത് സൈഡിലേക്കുള്ള റിലേറ്റീവ്ലി ചൂട് കുറഞ്ഞ ഭാഗത്തേക്കുള്ള ഒരു വിൻഡോ ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ ഐദർ തുറക്കുന്നത് ഈ പോക്കറ്റ്സിലേക്ക്, ലാൻഡ്സ്കേപ്പ് കോർട്ട്യാർഡിലേക്ക്, അല്ലെങ്കിൽ മേലെയുള്ള സ്ക്രീനിലേക്കാണ്. അപ്പം നമുക്ക് സ്ക്രീൻ കൊടുക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ നമുക്ക് വെളിച്ചം വേണം, അറ്റ് ദ സെയിം ടൈം അതിൻ്റെ ഗ്ലെയർ, അതിൻ്റെ ചൂടും കട്ട് ചെയ്യണം. നമുക്ക് ഒരു ലാർജ് വോളി അല്ലെങ്കിൽ അവിടെ ഇരുട്ടായി പോകും. നമ്മൾ അലുമിനിയം ബോക്സ് സെക്ഷൻസ് വെച്ചിട്ട് എൻറ്റയർലി ഡീറ്റെയിൽ ചെയ്ത് എടുത്തിട്ടുള്ളൊരു സ്ക്രീനാണ്. ഇതാണ് നമ്മുടെ ഫോയർ ഏരിയ, നമ്മുടെ ഗ്ലാസ് ഡോർ തുറന്ന് കയറി വരുന്ന ഏരിയ. ഇത് നമ്മൾ കുറേ ബിൽറ്റ് ഇൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. മെയിൻലി നമുക്ക് ഷൂ ഒക്കെ അഴിച്ചു വയ്ക്കാൻ, കംഫർട്ടബിളായിട്ട് നമ്മളിരുന്ന് ഷൂ അഴിച്ചു വയ്ക്കാനും എന്തെങ്കിലും വിസിറ്റേഴ്സ് വന്നാൽ പെട്ടെന്ന് ഇരുന്ന് പോകേണ്ട രീതിയിലുള്ള ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോയർ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മളിരിക്കുന്നത് ഫോർമൽ ലിവിങ് റൂമാണ്. ഇത് ആക്ച്വലി ഒരു ഔട്ട് ഹൗസ് പോലെ നമുക്ക് കണക്കാക്കാം. കാരണം വീടായിട്ട് ബന്ധമുണ്ടെങ്കിലും ശരിക്കും ഇതൊരു സെക്യൂർ ഏരിയ അല്ല. എന്ന് പറഞ്ഞാൽ ഔട്ട് ഹൗസ് പോലെ നമ്മുടെ മെയിൻലി സെക്യൂർ ഏരിയ, സെക്യൂർ ഡോർ ഉള്ളിലാണ്. ഫ്രണ്ട് നമുക്കൊരു ഗ്ലാസ് ഡോറാണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഔട്ട് ഹൗസ്. ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് സ്പേസ്. അപ്പം ഈ ഡൈനിങ് ഏരിയയ്ക്ക് നല്ലൊരു പ്രൈവസി വേണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പം ഈ ഫോർമൽ ലിവിങ് റൂമും ഡൈനിങ് റൂമും ഒക്കെ ഒരു സിംഗിൾ വലിയൊരു ഏരിയ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ എപ്പോഴും നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ ഒരു പ്രൈവസി കൺസേൺസ് വരുന്നുണ്ട്.
ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ആൻഡ് സെക്ലൂർഡ് ആവണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം കുറച്ച് ഓപ്പൺ ആയിരിക്കണം എന്നും കൂടി ഉണ്ടായിരുന്നു. ഡൈനിങ് ടേബിള് ഡിസൈൻ ചെയ്തത് ആർക്കിടെക്ട് ലിജോ ആണ്. ഇതിൻ്റെ ലെഗ്സും ഒക്കെ ഒരു സ്പെഷ്യലാണ്. പിന്നെ ചെയർസും ഈ പാൻഡൻ ചെയർസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഗുലർ ഡൈനിങ് ചെയർസ് അല്ലാണ്ട് ഈ ഒരു ചെയറും നമ്മൾ വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇതിന് ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ചു. ഡൈനിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പൗഡർ റൂമും അതിനൊരു വാഷ്. നമ്മൾ സാധാരണ ഒരു കോമൺ ഏരിയ ആയിരിക്കുമല്ലോ സിറ്റിംഗ് ആൻഡ് ഡൈനിങ്. അപ്പോൾ അത് നമ്മളിത് സെപ്പറേറ്റ് ആക്കിയതുകൊണ്ട് ആ ഓപ്പൺനെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഫുള്ളൊരു വിൻഡോ ആക്കി. നേരെ നെക്സ്റ്റ് പ്ലോട്ടിലേക്ക് ഒരു പ്രൈവസി കൺസേൺ ഉള്ളതുകൊണ്ടാണ് പിന്നെ ഈ ക്രീപ്പേഴ്സ് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ആക്കിയത്. ഇതാണ് നമ്മുടെ മെയിൻ വർക്കിംഗ് കിച്ചൺ. ഇതൊരു എൽ ഷേപ്പ് ഇതിലാണ് ഡിസൈനിലാണിത് കൊടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഉണ്ട്. മെജോറിറ്റി ഓഫ് ടൈം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെയാണ് കഴിക്കാറ്. അതുകൂടാതെ നമുക്ക് എല്ലാം ഇതൊരു ഫ്രിഡ്ജാണ്, മൈക്രോവേവ്, ഓവൻ, അതെല്ലാം ബിൽറ്റ് ഇൻ ആയിട്ട് കൊടുത്തേക്കുന്നത്. ഇതിൽ നിറയെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് നിറയുണ്ട്. എല്ലാം നമ്മൾ ഹാൻഡിൽ ഇല്ലാത്തൊരു ഡിസൈനായിട്ടാണ് എല്ലാം കൊടുത്തേക്കുന്നത്. നമ്മുടെ എല്ലാ യൂട്ടൻസിൽസ് എല്ലാം കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മിക്സി, എയർ ഫ്രയർ എല്ലാം കൺസീൽ ചെയ്യാൻ വേണ്ടി ഒരു റോളർ ഷട്ടറാണ് കൊടുത്തേക്കുന്നത്. കിച്ചൻ്റെ നേരെ നെക്സ്റ്റ് തന്നെയാണ് സ്റ്റോർ റൂം. സ്റ്റോർ റൂമിൽ ആ റാക്സിനൊക്കെ നമ്മൾ ഷട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മുടെ പലരും അത് ഓപ്പണായിട്ട് വെക്കാറുണ്ട്, പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഷട്ടേഴ്സ് ഉള്ളതാണ് നല്ലതെന്ന് തോന്നി. സിങ്ക് നമ്മൾ അണ്ടർ ദ കൗണ്ടറായിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ സിങ്കിൻ്റെ നേരെ താഴെ ഡിഷ് വാഷറും അതിൻ്റെ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഫാമിലി ലിവിങ് സ്പേസ്, അതായത് ഇൻഫോർമൽ ലിവിങ്. അപ്പോൾ നമ്മുടെ ഒരു മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വീക്കെൻഡ്സ് ഒക്കെ ഇരുന്നിട്ട് ഒരു മൂവി വാച്ച് ചെയ്യുക, അങ്ങനെ നമ്മളൊരു ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുന്ന മെയിൻ ഏരിയ ആണ് ഇത്. അപ്പോൾ ഇതിൻ്റെ നേരെ തൊട്ടടുത്ത് തന്നെയാണ് കോർട്ട്യാർഡ്. ഈ സെയിം കോർട്ട്യാർഡിലേക്ക് തന്നെ പല സ്ഥലത്ത് നിന്ന് കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പൂജ നെക്സ്റ്റ് ആണ്. പൂജയിൽ നിന്ന് കോർട്ട്യാർഡിലേക്ക് എൻട്രി ഉണ്ട്, കിച്ചൺ ഉണ്ട്, ബെഡ്റൂം ഉണ്ട്. അപ്പോൾ ഈ കോർട്ട്യാർഡ് ഒരു സെൻട്രൽ ഏരിയ ആണ്, മെയിൻലി കണക്റ്റഡ് ടു ഈ ഫാമിലി ഏരിയ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്ക്യൂഡ് ഹൗസിൻ്റെ സെൻട്രൽ ഏരിയയിലാണ്. ഇതിനെ ഈ വീടിൻ്റെ ലങ്സ് എന്ന് തന്നെ വിളിക്കാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ പുറത്തേക്കുള്ള ഓപ്പണിങ്സ് ഒക്കെ വളരെ ചെറുതാക്കി വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് കാറ്റ് ഉള്ളിലേക്ക് അധികം വരുന്നത് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഓപ്പണിങ്സ് കൂടെ കുറച്ചുകൂടി തണുത്ത കാറ്റ് ഉള്ളിൽ വരാനും, അതേപോലെ തന്നെ ഉള്ളിലത്തെ റൂംസൊക്കെയും വലിയ ഓപ്പണിങ്സ് ഈ കോർട്ട്യാർഡിൻ്റെ ഉള്ളിലേക്കാണ് തുറക്കുന്നത്. അപ്പോൾ ഇതിലുള്ള വെജിറ്റേഷനും അതുപോലെ ഇതിൻ്റെ ഗ്രീനറിയാണ് ഈ ലങ്സിനെ തന്നെ വളരെ പ്ലസൻ്റ് ആക്കി മാറ്റുന്നത്. രണ്ട് സൈഡിൽ റോഡുണ്ട്. പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടാൻ സാധ്യതയുള്ളൊരു പ്ലോട്ടാണ് എന്നുണ്ടെങ്കിൽ കൂടി ഇതൊരു പ്രോപ്പർ ഒരു റെക്റ്റാങ്കുലർ പോലുള്ള ഷേപ്പ് അല്ലായിരുന്നു. ഇതിൻ്റെ വളരെ സ്ക്യൂഡ് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞും വളരെ ആംഗുലർ ആയിട്ടുള്ള ചില കോർണേഴ്സൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. ഓൾറെഡി അവിടെ ഒരു വീട് എക്സിസ്റ്റിംഗ് ആയിരുന്നു. ആൻഡ് ദർ വാസ് എ ലെവൽ ഡിഫറൻസ് ഫ്രം ദ റോഡ്. അപ്പോൾ റോഡിൽ നിന്നും നമുക്ക് സൈറ്റിലേക്ക് ഒരു ആംഗുലർ സ്ലോപ്പ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പോരാത്തതിന് നമ്മുടെ ബൗണ്ടറീസും സ്ക്യൂ ആയിട്ടാണ് നിൽക്കുന്നത്. ഇതൊരു 13.3 സെൻസ് ആണെങ്കിൽ കൂടി ഇവരുടെ റിക്വയർമെൻറ്റും ഈ സൈറ്റിൽ വെച്ച് വരുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സെനാരിയോ ആണത്. ഈ ഒരു പ്രോജക്റ്റിൽ ഹോം ഓണേഴ്സിന് നിർബന്ധമായിട്ടും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഫോം വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അതും എത്ര വേണമെങ്കിലും നമുക്ക് ഫ്രീഡം എടുത്ത് എക്സ്പെരിമെൻ്റ് ചെയ്യാം എന്നുള്ളൊരു ഫുൾ ഫ്രീഡം നമുക്കതിൽ തന്നിട്ടുണ്ടായിരുന്നു. ഇതിലൊരു കയറ്റോ ഇറക്കോ പോലും അകത്തത്തെ സ്പേസ് ആയിട്ട് റിലേറ്റഡ് അല്ലാത്തതില്ല. എല്ലാം തന്നെ അകത്തത്തെ സ്പേസിൻ്റെ ഉള്ളിലത്തെ വോള്യൂമെട്രിക് ആ ചേഞ്ചുകൾ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് പുറത്തത്തെ ഫോം. ഗിമിക്കായിട്ടോ അല്ലെങ്കിൽ പ്യോർലി ഫോർ ദ എസ്തെറ്റിക് സേക്കായിട്ട് നമ്മളൊരു വാള് പോലും നമ്മളത് പൊന്തിച്ചിട്ടില്ല. ചില ഭാഗങ്ങളിൽ വാട്ടർ ടാങ്ക് ഹൈഡ് ചെയ്യുന്നുണ്ട്, ചില ഭാഗങ്ങളിൽ സ്കൈലൈറ്റ് ഹൈഡ് ചെയ്യുന്നുണ്ട്, ചില ഭാഗങ്ങളിൽ ക്ലിയർ സ്റ്റോറി വിൻഡോസ് ഹൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ക്ലിയർ സ്റ്റോറി വിൻഡോസ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള കയറ്റിറക്കങ്ങളാണ് ത്രൂ ഔട്ട് ദ പ്രോജക്റ്റ് നമുക്ക് കാണാൻ പറ്റുക. ഞങ്ങൾ വന്ന് സൈറ്റ് കാണുന്ന സമയത്ത് സ്കൈ കുറച്ച് ക്ലിയർ ആയിരുന്നു. അപ്പോൾ ആക്ച്വലി ഈ സൈറ്റിൻ്റെ ബാക്കിലുള്ള കുറച്ച് അകലെയാണെങ്കിൽ കൂടി നമുക്ക് വെസ്റ്റേൺ ഗാർഡ്സ് നമുക്ക് വിസിബിൾ ആയിരുന്നു. വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഔട്ട്ലൈൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ജാഗഡ് ലൈൻസ്, ഒരു ഭയങ്കര അബ്സ്ട്രാക്റ്റഡ്
ആ ലൈൻസ് നമുക്ക് കാണാൻ കിട്ടിയിരുന്നു. അപ്പോൾ ഈ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെമ്മറിയാണ്, ഈ ഒരു കണ്ട മെമ്മറിയാണ് തിരിച്ചു വന്നിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോം ആലോചിക്കുന്ന സമയത്ത് ആ കണ്ട കാഴ്ചയുടെ ഒരു അബ്സ്ട്രാക്റ്റഡ് ഫോം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ ഷേപ്പ് ഉണ്ടാവുന്നത് തന്നെ. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ചസ് ആയിട്ട് നമ്മൾ കണ്ടത് പാലക്കാട് വെതർ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ്. കാരണം പാലക്കാട് ഒരു ഹോട്ട് ആൻഡ് ഡ്രൈ ക്ലൈമറ്റ് സോണാണ്. ഹീറ്റ് ഗെയിൻ ഉള്ള ഭാഗങ്ങൾ, ഓറിയൻറ്റേഷൻ ദാറ്റ് ഇസ് സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, അവിടെ ആ ഭാഗത്തേക്ക് വരുന്ന ഹ്യൂജ് ഓപ്പണിങ്സുകളൊക്കെയും നമ്മൾ അലുമിനിയം സ്ക്രീൻസ് കൊടുത്തിട്ടാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഡാപ്പിൾഡ് ലൈറ്റ്, സ്ക്രീൻഡ് ഓഫ് ലൈറ്റിനുള്ളൊരു ക്വാളിറ്റി ഇൻറ്റീരിയേഴ്സിൽ വളരെയധികം അതിൻ്റെ ഒരു ഫീൽ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഏതൊരു സമയത്തും ഒരു ആംബിയൻ ലൈറ്റിൻ്റെ ഒരു പ്രസൻസ് വീടിൻ്റെ ഉള്ളിൽ നമ്മളത് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. കാർഡിയലി പ്ലേസ്ഡ് സർട്ടൻ വിൻഡോസ് ഉള്ളിലേക്ക് ലൈറ്റും വെന്റിലേഷനും കാറ്റും കൊണ്ടുവന്ന് ഉള്ളിൽ കുറേയും കൂടി ഒരു ഫ്രഷർ, മോർ ഹാബിറ്റബിൾ കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇതിൽ റൂഫ് നമ്മൾ സ്പ്ലിറ്റ് ലെവൽ റൂഫ്സ് എല്ലാം ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ലോവർ വിൻഡോസിൽ നിന്നും വരുന്ന കാറ്റ് ചൂടായി ഇതിൻ്റെ ഉള്ളിലത്തെ ഹോട്ട് എയർ ആയിട്ട് മിങ്കിൾ ചെയ്ത് മേലേക്ക് റൈസ് ചെയ്യാണ് ചെയ്യുക. അത് റൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേലേക്ക് പോകാനുള്ള സിസ്റ്റംസ് ചിലയിടത്ത് ഓപ്പണബിൾ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഓപ്പണബിൾ വിൻഡോസ് ആക്സസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് എല്ലാ റൂമുകളിലും നമ്മൾ എക്സോസ്റ്റ് ഫാനുകൾ കൊടുത്തിട്ടുണ്ട്. ഓരോ റൂമുകളുടെയും സ്പ്ലിറ്റ് ലെവൽ റൂഫ് കൊടുക്കുമ്പോൾ സീലിംഗ് ഫാൻ ഇരിക്കുന്ന ലെവലിൻ്റെ തൊട്ട് മുകളിലുള്ള റൂഫിൻ്റെ ലെവലിലേക്ക് ഹോട്ട് എയർ എന്തായാലും റൈസ് ചെയ്യും. ഞങ്ങൾ ട്രൈ ചെയ്തൊരു ഐഡിയ ആണ്, ഈ 3mm സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഷീറ്റ് ബെൻഡ് ചെയ്തിട്ടാണ് ഈ സ്റ്റേ കേസിൻ്റെ ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഫ്ലൈറ്റ് കോൺക്രീറ്റ് സ്റ്റെപ്സ് ആണ്. ഫ്ലോറിംഗ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കോട്ട ആൻഡ് ലെപ്പാറ്റോ ഗ്രാനൈറ്റ് ആണ്, ബ്ലാക്ക് ലെപ്പാറ്റോ ഗ്രാനൈറ്റ് ആണ്. രണ്ടാമത്തെ ഫ്ലൈറ്റ് എൻറ്റയർലി 3mm സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഷീറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ താഴെ നമ്മളൊരു സ്ട്രിങ് ബീം കൊടുത്തിട്ടുണ്ട്. ബട്ട് അത് ആ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഷേപ്പ് മാറാതിരിക്കാൻ വേണ്ടി. ബട്ട് ദെൻ അത് സ്ട്രെങ്ത്തിനുള്ളതല്ല. ആക്ച്വലി സ്ട്രെങ്ത് അത് അച്ചീവ് ചെയ്യുന്നത് ഈ രണ്ട് സൈഡിലുള്ള ഈ ഗ്ലാസ് മെമ്പേഴ്സ് വെച്ചിട്ടാണ്. അന്ന് ഞങ്ങൾ ഇരുന്ന് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആലോചിച്ചത്, ഇപ്പോൾ നമുക്ക് ഗ്ലാസ് വെച്ചിട്ട് ഇതിനൊരു സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് വന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3mm ആണ്. ആ 3mm സ്റ്റഡ്സ് പോലും നമ്മൾ ഇതിനു വേണ്ടി മില്ല് ചെയ്ത് ഇവിടുത്തെ ഒരു ഫാബ്രിക്കേറ്റർ വെച്ച് മില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ആൻഡ് ഈ ഗ്ലാസ് വെച്ച് സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മേലേന്ന് രണ്ട് ഭാഗത്തും ഗ്ലാസ് ആയിട്ട് ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വിങ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ താഴേന്നാണ് പ്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും എഗെയിൻ ഇറ്റ് വിൽ സ്വിങ്. അപ്പോൾ ഇതിൽ നമ്മൾ ആലോചിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് നമ്മൾ ഹാങ് ചെയ്തു, മറ്റേ ഭാഗം താഴേന്ന് പ്രോപ്പ് ചെയ്തു. അതിലൊരു സ്റ്റിഫ്നെസ് വന്നു. എക്സ്റ്റീരിയേഴ്സിലേക്ക് ഓപ്പൺ അപ്പ് ചെയ്യുന്ന വിൻഡോസ് നമ്മൾ സൈസ് വളരെ ചുരുക്കിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഹോട്ട് ആൻഡ് ഡ്രൈ ക്ലൈമറ്റിലുള്ള വീടുകൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് വരുന്ന കാറ്റ് ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂട്ടാനും അപ്പോൾ ഉള്ളിലേക്ക് വരുമ്പോൾ കുറേയും കൂടി കൂളർ എഫക്റ്റ് ആയിരിക്കും അത് ഉണ്ടാക്കുക. മെറ്റീരിയൽ പാലറ്റ് വീട്ടിലത്തെ വളരെ ന്യൂട്രൽ ആയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രേസ് ആയാലും കോട്ടയുടെ ഗ്രീൻ ആയാലും ചിലയിടത്ത് നമ്മൾ ബ്ലാക്ക്, അതുപോലെ തന്നെ കൂടുതൽ വൈറ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഫ്ലോറിങ്ങിലും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില ഏരിയാസിൽ മോസ്റ്റ്ലി സർക്കുലേഷൻ കൂടുന്ന ഏരിയാസിൽ നമ്മൾ ബ്ലാക്ക് ഗ്രാനൈറ്റും അതേപോലെ തന്നെ കൂടുതലും ഇരുന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആകുമ്പോൾ അത് ഗ്രേ കോട്ടയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. സട്ടിൽ കളർ വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ ടോട്ടലി സട്ടിലായി മാറിക്കഴിഞ്ഞാൽ കുറച്ചൊരു ഡൾ ലുക്ക് ആവും തോന്നി. അപ്പോൾ എന്തെങ്കിലും ഒരു ബ്രൈറ്റ് എലിമെൻറ്റ് കൊണ്ടുവരണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ബ്രൈറ്റ് എലിമെൻറ്റ് കൊണ്ടുവരണമെന്ന് തോന്നിയപ്പോൾ നമ്മൾ കുറേ കളേഴ്സ് നോക്കി. റെഡ് അതൊക്കെയാണ് യൂഷ്വലി കാണുന്ന ഒരു കളറ്. പിന്നെയാണ് എൻജോ സജസ്റ്റ് ചെയ്തത് ഒരു സിംഗിൾ ബ്രൈറ്റ് കളർ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ അതിൽ നിന്ന് കുറേ കളർ ഓപ്ഷൻസ് തന്നതിൽ നിന്ന് ഞങ്ങൾ യെല്ലോ ചൂസ് ചെയ്തു. ഈ പ്രോജക്റ്റിൽ ത്രൂ ഔട്ട് ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള ജനറൽ ലൈറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ വാളിൽ കൺസീൽ ചെയ്തിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റ്സ് ആണ്. അപ്പോൾ ആ പ്രൊഫൈൽ ലൈറ്റ്സ് നമ്മൾ റെഗുലർ ആയിട്ടുള്ള കൺവെൻഷണൽ രീതിയിൽ ഉപയോഗിക്കാതെ ചില വാളുകളിലേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് എൽ ഷേപ്പിലൊക്കെ ആക്കി എടുത്ത് ഒരു സർട്ടൻ എലിമെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്.